മീഡിയ വൺ ചാനലിലെ നിങ്ങൾക്കോ നിങ്ങളുടെ റിപ്പോർട്ടറിനോ സാമാന്യ ബോധമുണ്ടായിട്ടാണോ മയക്കം എടുത്തുകൊണ്ട് പുറത്തൊക്കെ റിപ്പോർട്ട് ചെയ്യാനും മന്ത്രിമാരുടെയും ഒക്കെ ബൈറ്റ് എടുക്കാനായിട്ട് പോകുന്നത്? ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമുണ്ട്. ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ ആക്രമണത്തിന്റെ കത്തിക്കുത്താംഗ്യം കാണിച്ചത് വെറും കോപ്രായത്തരമാണ്. നിങ്ങളുടെ ചാനലിന്റെ മുതലാളിമാർ പറഞ്ഞു തരുന്ന ബാലപാഠം അതേപോലെ കേട്ട് പ്രവർത്തിക്കാൻ ഇത് പാകിസ്ഥാനല്ല, ഇത് ഇന്ത്യയാണ്. ഒരു കേന്ദ്രമന്ത്രിക്ക് നേരെ നീ കാണിച്ചു കൂട്ടിയ കത്തിക്കുത്ത് ആംഗ്യത്തിന് ചോദിക്കാൻ ഇവിടെ നട്ടലുള്ള ആണുങ്ങളുണ്ട്. നല്ല നട്ടലുള്ള ഒരു ഭരണകൂടം ഇന്ത്യ ഭരിക്കുന്നുണ്ട്. ആ ഭരണകൂടത്തിന്റെ പേര് BJP എന്നാണ്. അതിന്റെ സാരഥികളാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. ഇതിനെതിരെ എന്ത് നടപടിയാണ് വരാൻ പോകുന്നതെന്ന് നീ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. റിപ്പോർട്ടറായ ആ വ്യക്തിയും മീഡിയ വൺ മാനേജ്മെന്റ് ടീമും കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. വീണ്ടും അന്ന് 3 പ്രാവശ്യം വാർണിംഗ് തന്നതാണ്. ഇനിയൊരു വാർണിംഗ് ഉണ്ടാകുമോ എന്നത് സംശയമാണ്. കാരണം മീഡിയ വണ്ണിലെ റിപ്പോർട്ടർ തൊട്ടുകളിച്ചത് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിനെയായ സുരേഷ് ഗോപിയെയാണ്. കത്തിക്കുത്ത് ആംഗ്യം കാണിച്ചത് മോദിക്കും അമിത്ഷായ്ക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഉറപ്പാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു പ്രത്യേക പാകിസ്ഥാൻ ചാനൽ എന്ന് തന്നെ വിളിക്കാം മീഡിയ വൺ ചാനലിനെ. മീഡിയ വൺ ചാനലിന് സുരേഷ് ഗോപിയുടെ ഉള്ള ദേഷ്യവും വെറുപ്പും വൈരാഗ്യവും ഇന്നോ ഇന്നലെയോ അല്ല തുടങ്ങിയത്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപിക്ക് പോലും അറിയില്ല, ആർക്കും അറിയില്ല. കുറച്ചു കാലമായി കേരളത്തിലെ താമര വിരിയാതിരിക്കാൻ മീഡിയ വൺ പിടിപ്പതും 18 അടവും നോക്കി. വനിതാ റിപ്പോർട്ടറെ വരെ ഇറക്കി വൃത്തികെട്ട ജേർണലിസം മീഡിയ വണ്ണിന്റെ തലവന്മാർ കളിച്ചു. ഒരു പെണ്ണ് കേസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അഹോരാത്രം പണിവിട്ടപ്പോൾ അത് വർക്കൗട്ടായില്ല. ഒരു കാരണവശാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിക്കരുതെന്ന ഒരു നിർബന്ധമായിരുന്നു മീഡിയ വൺ ചാനലിന്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന്റെ സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ വ്യാജ വാർത്തകൾ അടക്കം പടച്ചുവിട്ടു. ഒരു കാരണവശാലും സുരേഷ് ഗോപി വിജയിക്കാൻ പാടില്ല, അതിനുവേണ്ടി എന്തും ചെയ്യും മീഡിയ വൺ. അവസാനം ലൂർദ് മാത പള്ളിയിൽ സുരേഷ് ഗോപി കൊടുത്ത കിരീടം വ്യാജമാണെന്നും അതിൽ സ്വർണമില്ലെന്നും അതിൽ മുഴുവനും ചെമ്പാണെന്നുള്ള വാർത്തകൾ വരെ മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകർ എന്ന പേരിൽ ഇരിക്കുന്നവർ പടച്ചുവിട്ടു. അങ്ങനെ ഏതൊക്കെ രീതിയിലും സുരേഷ് ഗോപിയുടെ ഇമേജ് തകർക്കാൻ അവർ നോക്കി. മീഡിയ വൺ റിപ്പോർട്ടർ തൗഫിക് അലം പിന്നിൽ നിന്ന് കത്തിക്കുത്ത് കാട്ടിയതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ഒരു വിഷയമായിരിക്കുന്നത്. ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം മാധ്യമ പ്രവർത്തകർ സുരേഷ് ഗോപിയുടെ ബൈറ്റ് എടുക്കാൻ കേരള ഹൗസിലെത്തുകയും മന്ത്രി ബൈറ്റ് എല്ലാം നൽകി മടങ്ങുമ്പോഴാണ് മീഡിയ വൺ റിപ്പോർട്ടർ തൗഫിക് അലം പിന്നിൽ നിന്ന് കത്തിക്കുത്ത് കാട്ടി ആംഗ്യം കാണിച്ചത്. അത് കത്തി കൊണ്ട് കുത്തുന്ന തരത്തിലുള്ള ഒരു ആംഗ്യം തൗഫിക് അലം കാണിച്ചു. ചുണ്ടുകൊണ്ട് കോക്കറി കാണിക്കുന്ന മാധ്യമ പ്രവർത്തകനെ ആ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഈ ദൃശ്യങ്ങളെല്ലാം നവമാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു. എന്തായാലും BJP പ്രവർത്തകർ വെറുതെ ഇരിക്കില്ല എന്ന് ഉറപ്പാണ്. അവർ ശക്തമായി തന്നെ അവരുടെ നവമാധ്യമങ്ങളിൽ പ്രതികരിക്കാൻ തുടങ്ങി. ഇവൻ മയക്ക് കൊണ്ടുപോയത് ഭാഗ്യം, ബോംബോ മറ്റു മാരകമായ ആയുധങ്ങളോ വല്ലതുമായിരുന്നെങ്കിൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ തന്നെ ചോദിക്കുകയുണ്ടായി. ഡൽഹി കലാപകാലത്ത് വർഗീയ ആളിക്കത്തിക്കാൻ ശ്രമിച്ചതിന് മീഡിയ വൺ സംപ്രേഷണം 48 മണിക്കൂറാണ് അന്ന് കേന്ദ്ര സർക്കാർ തടഞ്ഞത്. വൈകാതെ ചാനൽ നിരോധിച്ചെങ്കിലും സുപ്രീം കോടതി വിധി നിരോധനം നീക്കി. കാശ്മീരിലെ ഭീകരർക്ക് അനുകൂലമായി പരമ്പര ചെയ്ത മീഡിയ വൺ ബ്യൂറോ ചീഫ് റഷീദിന് ചാനൽ നിരോധനത്തിന് മുഖ്യ കാരണമായി. റഷീദിന്റെ ഒരു പരമ്പരയാണ് അതായത് കാശ്മീരിലെ തീവ്രവാദികളെയൊക്കെ നല്ല പിള്ള കാണിക്കുന്ന രീതിയിൽ റഷീദ് ഒരു പരമ്പര ചെയ്തു. അതാണ് കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം ചടുലമായി തന്നെ മീഡിയ വൺ ചാനലിന് പൂട്ടിട്ടത്. സിദ്ദിഖ് കാപ്പൻ പിടിയിലായതോടുകൂടി ആ ഒരു അങ്കലാപ്പിൽ റഷീദ് നേരെ സൗദി അറേബ്യയിലേക്ക് സ്ഥലം വിട്ടു. അവിടെ ഇപ്പോ ട്രാവൽ ഏജൻസിയും യാത്രാ ചാനൽ അതായത് യൂട്യൂബ് ബ്ലോഗറൊക്കെ ആയിട്ട് പുള്ളി അവിടെ കഴിഞ്ഞു കൂടുകയാണ്.